ഇന്ന് നമ്മൾ ക്ലാസ് ഏവ്സിനെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ക്ലാസ് ഏവ്സ് എന്ന് പറയുന്നത് ശരിക്കും ബേഡ്സ് ആണ്. നിങ്ങൾ ബേഡ്സിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ബേഡ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ജീവിതത്തിൽ നിരന്തരം കാണുന്ന ജീവികളാണ് പക്ഷികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് നമ്മുടെ ക്യാരക്ടേഴ്സ് പലതും നമുക്ക് നേരിട്ട് അറിയാവുന്ന ക്യാരക്ടേഴ്സുമാണ്. പക്ഷേ ആ ക്ലാസ് ഏവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേര് തന്നെ പഠിക്കുക. ക്ലാസ് ഏവ്സ് എന്നാണ് പക്ഷികളെ പറയുക. പിന്നെ മറ്റു പ്രത്യേകത, പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ അതിൻ്റെ അഡാപ്റ്റേഷനുകളാണ്. അതായത് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അനുകൂലനങ്ങളുണ്ട്. പക്ഷികൾ എന്ന് പറയുന്ന ജീവി മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ്. പറക്കാൻ കഴിവുള്ള ജീവികളാണ്. നമുക്കറിയാമല്ലോ, പറക്കാൻ കഴിവുള്ള ജീവികൾ എന്ന് പറയുമ്പോൾ എല്ലാ ജീവികൾക്കും പറക്കുന്നതിന് ആഗ്രഹം ഉണ്ടാവും. നമുക്കും ഉണ്ടാവും ചില പറക്കണമെന്ന് തോന്നും, അല്ലേ? പക്ഷേ പറക്കണമെങ്കിൽ അതിന് ചില അനുകൂലനങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ചില പ്രത്യേകതകളുള്ളതുകൊണ്ടാണ് പക്ഷികൾക്ക് പറക്കാൻ കഴിയുന്നത്. മറ്റ് ജീവികളെ പോലെ തന്നെയാണ് അവയും, പക്ഷേ പറക്കാൻ അവയ്ക്ക് കഴിയുന്നതിന് അവയ്ക്ക് ചില അനുകൂലനങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ്, പറക്കാനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച ചാപ്റ്ററിൽ ഇപ്പോൾ നമ്മൾ ആംഫിബിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ഓഫ് ആംഫിബിയൻസ്? എന്താണ് അഡാപ്റ്റേഷൻ? അതെന്തുകൊണ്ടാണ് കരയിലും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണ് നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ഫോർ ആൻ ആംഫിബിയസ് ലൈഫ്? എന്താണ് ആംഫിബിയസ് ലൈഫിനുള്ള അനുകൂലനം? അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ റെസ്പിറേഷൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ്? അതിന് ലങ്സും ഗിൽസും സ്കിന്നും ഒക്കെ വിശ്വസിക്കാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് അഡാപ്റ്റേഷൻ. അതുപോലെ സ്കിൻ മോയിസ്റ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഓരോ ജീവികൾക്കുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഈ ബേഡ്സിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിന് പറക്കാൻ കഴിയുന്നു എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള അഡാപ്റ്റേഷൻ എന്താണെന്നും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഏവ്സ് ബേഡ്സ് ആർ ദ പ്രസൻസ് ഓഫ് ഫെദേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ക്യാൻ ഫ്ലൈ എക്സെപ്റ്റ് ഫ്ലൈറ്റ്ലെസ് ബേഡ്സ്. എക്സാമ്പിൾ ഓസ്ട്രിച്ച്. ഇതാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? എല്ലാ ബേഡ്സിൻ്റെയും പൊതുവായ പ്രത്യേകതയാണ് ദ പ്രസൻസ് ഓഫ് ഫെദേഴ്സ്. ഫെദേഴ്സ് ഉണ്ട് അവയ്ക്കൊക്കെ. ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂവലാണ്. എല്ലാ പക്ഷികൾക്കും തൂവലുണ്ട്. അതാണ് ഒരു പ്രത്യേകത. ബേഡ്സ് ഹാവ് ഫെദേഴ്സ്, അല്ലെങ്കിൽ ദ ക്ലാസ് ഏവ്സ്, ഓൾ മെമ്പേഴ്സ് ഓഫ് ക്ലാസ് ഏവ്സ് ഹാവ് ഫെദേഴ്സ് ഉണ്ട്, അല്ലേ? ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ ദേ ക്യാൻ ഫ്ലൈ, മോസ്റ്റ് ഓഫ് ദം ക്യാൻ ഫ്ലൈ എക്സെപ്റ്റ് ഫ്ലൈറ്റ്ലെസ് ബേഡ്സ്. ചില ഫ്ലൈറ്റ്ലെസ് ബേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് ഓസ്ട്രിച്ച് ആണ് പറഞ്ഞത്, ഒട്ടകപ്പക്ഷി, അല്ലേ? ഓസ്ട്രിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓസ്ട്രിച്ച് പറക്കാൻ കഴിയാതെ വളരെ ശക്തമായി ഓടുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ അതിനും ചിറകുണ്ട്, പക്ഷെ അതിന് പറക്കാനുള്ള ശേഷി കുറവാണ്. ഭാരമുള്ള ജീവിയായിട്ട് കുറച്ച് പറക്കാൻ അത്ര ശക്തി ഇല്ലാത്ത ജീവിയാണ്. നമ്മൾ അങ്ങനെ ചില ജീവികളെ കുറിച്ച് നിങ്ങൾ കേട്ടു. ഫ്ലൈറ്റ്ലെസ് ബേഡ്സ് ആയിട്ട് കിവി, യമു, ഇങ്ങനെയൊക്കെയുള്ള ചില പക്ഷികളുണ്ട്, അല്ലേ? അവയൊന്നും അങ്ങനെ പറക്കാറില്ല. ഭാരം കൂടിയ പക്ഷികളാണവ. കുറച്ച് ശരീര വലിപ്പം കൂടിയ, ഭാരം കൂടിയ പക്ഷികളായതുകൊണ്ട് തന്നെ അവയ്ക്ക് അങ്ങനെ പറക്കാൻ കഴിയില്ല. അപ്പോൾ അത് നമുക്ക് പരീക്ഷ ചെയ്യുമ്പോൾ ഒരു ഫ്ലൈറ്റ്ലെസ് ബേഡിൻ്റെ എക്സാമ്പിൾ വെച്ച് ഓസ്ട്രിച്ചിൻ്റെ പേര് ഓർക്കാം. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കിവി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യമു, കിവി, പെൻഗിൻ, ഇവയൊക്കെ ഈ ഗ്രൂപ്പിൽ വരുന്ന പക്ഷികളാണ്. അപ്പോൾ നമ്മളിവിടെ ഓസ്ട്രിച്ചിൻ്റെ പേര് മാത്രം ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് ഓസ്ട്രിച്ചാണ്. ഓസ്ട്രിച്ചിന് അറിയാലോ. ഓസ്ട്രിച്ചിന് വേറെ പ്രത്യേകത എന്താണ്? ലാർജസ്റ്റ് എഗ് ലേയിങ് ബേഡാണ്, അല്ലേ? ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഓസ്ട്രിച്ച് എന്ന് പറയുന്നത്. വലിപ്പം കൂടിയ മുട്ടയാണ് ഇടുന്നത്. ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്ന ജീവിയും കൂടിയാണ് ഓസ്ട്രിച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് അതൊന്നും വേണ്ട. ഇവിടെ നമ്മളിങ്ങനെ ഓർത്താൽ മതി. പ്രസൻസ് ഓഫ് ഫെദേഴ്സ് ആണ് ഒന്നാമത്തെ ക്യാരക്ടർ. ബേഡ്സിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് ഫെദേഴ്സ് ആൻഡ് ദേ ക്യാൻ ഫ്ലൈ. അവയ്ക്ക് പറക്കാനും കഴിയും. രണ്ടാമത്തെയാണ് ദേ പൊസസ് ബീക്ക്. രണ്ടാമത്തെയാണ് അവരുടെ ബീക്ക്, ചുണ്ടുകൾ, അല്ലേ? പക്ഷിയുടെ ചുണ്ടുകൾ. ഭക്ഷണം കൊത്തി തിന്നുന്നതുകൊണ്ട് ദേ ഹാവ് ബീക്ക്. അവയ്ക്കൊരു ബീക്കുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ദേ പൊസസ് ബീക്ക്. അതൊരു അഡാപ്റ്റേഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ബീക്ക്. ഇനി ദ ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ വിങ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒന്നാണ് അത്. എന്താണ്? പക്ഷികൾ പറക്കാൻ കഴിയുന്നതിന് കാരണം ദ ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ വിങ്സ്. അതിൻ്റെ ഫോർ ലിംസ് എന്ന് പറഞ്ഞാൽ മുൻകാലുകൾ എന്തായി മാറിയിരിക്കുന്നു? വിങ്സായി മാറിയിരിക്കുന്നു. ചിറകുകളാണ്. മുൻകാലുകളാണ് ചിറകുകളായി മാറിയിരിക്കുന്നത്. ദ ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. അപ്പം അത് പക്ഷികളുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. അപ്പോൾ പക്ഷികളുടെ ക്യാരക്ടർ ആദ്യം നമ്മൾ പറഞ്ഞു ദ പ്രസൻസ് ഓഫ് ഫെദേഴ്സ്. ഒന്നാമത്തെ ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് ഫെദേഴ്സ്. തൂവലുകളുണ്ട്. രണ്ടാമത്തെ പറഞ്ഞു ദേ പൊസസ് ബീക്ക്. അവയ്ക്കൊരു ബീക്കുണ്ട്. ഈ ബീക്ക് എന്നൊക്കെ പറയുന്നത് വെറുതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമല്ല, പക്ഷികൾക്ക് പറക്കാൻ കഴിയുന്നതിന് അതിൻ്റെ ബീക്കിനൊരു കാരണം എന്താ? ബീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിന് മുൻവശത്ത് കാണുന്ന അവയവമാണ്. അത് പോയിന്റഡ് ആണ്, അല്ലേ? ഇങ്ങനെ മുന പോലെയുള്ളതാണ്. ഇപ്പോൾ ഈ എയറിലൂടെ പോകുമ്പം എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ, എയറിൽ പോകുമ്പോൾ നമുക്കറിയാം ആദ്യം എയറിലേക്ക് തുളച്ച് കയറി പോയാൽ മാത്രമേ പുറകിലേക്ക് എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. എയറിൽ നിന്നും നല്ല പ്രതിരോധം ഉണ്ടാവും. ആ പ്രതിരോധത്തിനെ അതിജീവിക്കാൻ ബോഡിയുടെ ഷേപ്പിന് നമുക്കറിയില്ല, ബോട്ടുകൾ, വെള്ളത്തിലൂടെ പോകുന്ന ബോട്ടുകളോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെയൊക്കെ മുൻവശം ഇങ്ങനെ കൂർത്തിരിക്കുന്നതിൻ്റെ കാരണം എയർ റെസിസ്റ്റൻസ് രണ്ട് വശത്തേക്കും എയർ നീങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ബീക്ക് എന്ന് പറയുന്നതിന് അങ്ങനത്തെ ഒരു അനുകൂലമുണ്ട്. സോ ബീക്ക് ഈസ് ഓൾസോ an adaptation. അതും ഒരു അഡാപ്റ്റേഷനാണ്. സോ ദേ പൊസസ് ബീക്ക് ആൻഡ് ദ ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്.
അതാണ് മൂന്നാമത്തെ പ്രത്യേകത. ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. ഫോർ ലിംസ് അല്ലെങ്കിൽ മുൻകാലുകളാണ് വിങ്സ്, ചിറകുകളായി രൂപപ്പെട്ടിരിക്കുന്നത്. അതാണ് മൂന്നാമത്തെ ക്യാരക്ടർ. ഇനി ദ ഹൈൻഡ് ലിംസ്. ഹൈൻഡ് ലിംസ് പറഞ്ഞാൽ എന്താണ്? കാലുകളാണ്. പക്ഷികൾക്ക് അറിയാലോ 2 കാലുകളുണ്ട്. നമ്മൾ മറ്റു ജീവികളിൽ വ്യത്യസ്തമായ പക്ഷികളുടെ കാലുകൾ അവരുടെ ശരീരത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ദ ഹൈൻഡ് ലിംസ് അവരുടെ ബോഡി വെയിറ്റ് മുഴുവൻ അതിലാണ് താങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ദ ഹൈൻഡ് ലിംസ് ജനറലി ഹൗസ് സ്കെയിൽസ്. ഹൈൻഡ് ലിംസിലാണ് സ്കെയിൽസ് ഉള്ളത്. മറ്റ് ശരീരഭാഗങ്ങളിലെ തൂവലുണ്ടെങ്കിലും അതിന്റെ ഹൈൻഡ് ലിംസിൽ സ്കെയിൽസ് ഉണ്ട്. കാലുകളിൽ ചെതുമ്പൽ പോലെയുള്ള ഭാഗമുണ്ട്. ആൻഡ് ദ ഹൈൻഡ് ലിംസ് ആർ മോഡിഫൈഡ് ഫോർ എന്തിനൊക്കെയാണ്? വാക്കിംഗ്, നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സ്വിമ്മിങ്, പറക്കുന്ന നീന്തുന്ന പക്ഷിയാണ് സ്വിമ്മിങ്ങിന് ഉപയോഗിക്കും. ഓർ ക്ലാസ്പിംഗ് ദ ട്രീ ബ്രാഞ്ചസ്, അല്ലെങ്കിൽ ക്ലാസ്പിംഗ്, ഈ മരക്കൊമ്പിലൊക്കെ ഇരിക്കുമ്പോൾ ക്ലാസ്പ് ചെയ്യാൻ, പിടിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കും. ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ്. സോ ദ ഹൈൻഡ് ലിംസ് ആർ ജനറലി ഹാവ് സ്കെയിൽസ് ആൻഡ് ആർ മോഡിഫൈഡ് ഫോർ വാക്കിംഗ്, സ്വിമ്മിങ് ഓർ ക്ലാസ്പിംഗ്. ഇതിനൊക്കെ അത് ഉപയോഗപ്പെടുന്നുണ്ട് അല്ലേ? വാക്കിങ്ങിന് ഉപയോഗിക്കാം, സ്വിമ്മിങ്ങിന് ഉപയോഗിക്കാം, ക്ലാസ്പിങ്ങിന് ഉപയോഗിക്കാം. അതെല്ലാം അതിൻ്റെ ഹൈൻഡ് ലിംസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹൈൻഡ് ലിംസ് ശരിക്കും മോഡിഫൈ ചെയ്ത് ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വാക്കിങ്ങിന്, സ്വിമ്മിങ്ങിന് അല്ലെങ്കിൽ ക്ലാസ്പിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടും. അതാണ് നമ്മുടെ 4ാമത്തെ പ്രത്യേകത. ഇനി സ്കിൻ ഈസ് ഡ്രൈ. ഇവയുടെ ഫെതേഴ്സ് ഉണ്ടെങ്കിലും ഇവയുടെ സ്കിന്നിന്റെ പ്രത്യേകത സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻസ് എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദ ബേസ് ഓഫ് ദ ടെയിൽ. ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് സ്കിൻ. എന്തിനാണ് ഡ്രൈ ആയിരിക്കുന്നത്? ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഭാരം, അത് പറക്കുന്ന പക്ഷിയാണ്. അപ്പോൾ അതിന്റെ വെയിറ്റ് കുറയാൻ വേണ്ടിയുള്ള മറ്റൊരു പ്രത്യേകമാണ് ദ സ്കിൻ ഈസ് ഡ്രൈ. ഡ്രൈ സ്കിന്നാണ്, വരണ്ട ചർമ്മമാണ്. സ്കിൻ വളരെ ഡ്രൈ ആണ്. വിത്തൗട്ട് ഓയിൽ, വിത്തൗട്ട് ഗ്ലാൻസ്. എനിക്ക് ഗ്ലാൻസ് ഒന്നുമില്ല. എന്തിനും എക്സെപ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? പക്ഷെ ഒരു ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്. എവിടെയാണ്? അറ്റ് ദ ബേസ് ഓഫ് ദ ടെയിൽ. ഈ രോമങ്ങൾക്ക് അല്ലെങ്കിൽ തൂവലുകൾക്ക് മിനുസം നൽകുന്നത് ഓയിൽ ഗ്ലാൻഡ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടെയിൽ റീജിയനിൽ ഭാഗത്തായിട്ടാണ്. സോ സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻസ് എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദ ബേസ് ഓഫ് ദി ടെയിൽ. ടെയിലിന്റെ ഭാഗത്ത് കാണുന്ന ആ ഓയിൽ ഗ്ലാൻഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും അത് ഡ്രൈ സ്കിൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ശരീരത്തിന്റെ മറ്റൊരു പ്രത്യേകത സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻസ് എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദ ബേസ് ഓഫ് ദി ടെയിൽ. ഇനി അടുത്ത പ്രത്യേകത എൻഡോസ്കെൽറ്റൻ ഈസ് ഫുള്ളി ഒസിഫൈഡ്. എൻഡോസ്കെൽറ്റൻ ഒസിഫൈഡ് ആണ് എന്ന് പറഞ്ഞാൽ ബോണിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ബോണുകൾ ഉണ്ടാക്കിയ എല്ലുകൾ ആണുള്ളത്. എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത് എല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ എന്താണ്? ആൻഡ് ലോങ് ബോൺസ് ആർ ഹോളോ വിത്ത് എയർ ക്യാവിറ്റീസ് അല്ലെങ്കിൽ ന്യൂമാറ്റിക്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അഡാപ്റ്റേഷൻ, ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ വരുന്നതാണ്. എന്താണ്? അതിന്റെ ലോങ് ബോൺസ് ആർ ഹോളോ. നീളമുള്ള ബോണുകളെല്ലാം ഹോളോ ആണ് എന്ന് പറയുന്നത്. ഹോളോ എന്ന് പറഞ്ഞാൽ എന്താ? പൊള്ളയായത്, അകത്തൊന്നുമില്ല, സ്പേസ് ഉള്ള ഹോളോ ക്യാവിറ്റി നിറഞ്ഞ ബോണുകളാണ്. ഹോളോ ആണ്, പൊള്ളയായ ഹോളുകളാണ്. വിത്ത് എയർ ക്യാവിറ്റീസ്. അതിനകത്തൊക്കെ എന്താ? എയർ ക്യാവിറ്റീസ് ഉണ്ട്, വായു നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ബോണുകളെ നമ്മൾ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയും. പക്ഷികളുടെ പ്രത്യേകതയാണ് ന്യൂമാറ്റിക് ബോൺസ്. അതിന്റെ സ്പെല്ലിംഗ് നോക്കുക, പി ആണ് ആദ്യം, പക്ഷെ വായിക്കുന്നത് ന്യൂമാറ്റിക് എന്നാണ്. പി സൈലന്റ് ആണ്. അപ്പോൾ ന്യൂമാറ്റിക് ബോൺസ് ആണ് പക്ഷികളുടെ പ്രത്യേകത. എന്തിനു വേണ്ടിയായിരിക്കും അതൊക്കെ? അതും പറക്കാനുള്ളതാണ്, ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അവരുടെ ബോൺസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹോളോ ബോൺസ് ആണ്. ലോങ് ബോൺസ് എല്ലാം വളരെ ഹോളോ ആണ്. എയർ ക്യാവിറ്റി ഫില്ല് ചെയ്തിട്ടുണ്ട്. ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അതും പക്ഷികളുടെ പറക്കാനുള്ള അനുകൂലമാണ്. അപ്പം പക്ഷികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയാണ് ദ എൻഡോസ്കെൽറ്റൻ ഈസ് ബോണി ആൻഡ് ലോങ് ബോൺസ് ആർ ഹോളോ വിത്ത് എയർ ക്യാവിറ്റീസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ പക്ഷികളുടെ പറക്കാനുള്ള അനുകൂല്യങ്ങൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണെന്ന്? ഒന്ന് പ്രസൻസ് ഓഫ് ഫെതേഴ്സ് പറഞ്ഞു, ഒന്ന് പറഞ്ഞു ദേ പൊസസ് ബീക്ക് പറഞ്ഞു, പിന്നെ 4 limbs ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ് പറഞ്ഞു, പിന്നൊന്ന് സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻസ് എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻസ് അറ്റ് ദ ബേസ് ഓഫ് ദ ടെയിൽ പറഞ്ഞു. പിന്നെ ഇപ്പോൾ പറഞ്ഞാണ് എൻഡോസ്കെൽറ്റൻ ഈസ് ബോണി അല്ലെങ്കിൽ ഒസിഫൈഡ് വിത്ത് ലോങ് ബോൺസ് ആർ ഹോളോ ആൻഡ് ഫിൽഡ് വിത്ത് എയർ. അതുകൊണ്ട് അതിനെ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയും. അതൊക്കെ അതിൻ്റെ പറക്കാനുള്ള അനുകൂലമാണ്. ഇനി ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ഓഫ് ബേർഡ്സ് ഹാസ് അഡീഷണൽ ചേമ്പേഴ്സ് ദ ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. ദ ഡൈജസ്റ്റീവ് ട്രാക്ട് മറ്റൊരു പ്രത്യേകതയാണ്, സാധാരണ ജീവികളിലൊന്നും കാണാത്ത ഒരു പ്രത്യേകതയാണ്. ഡൈജസ്റ്റീവ് ട്രാക്ട്, അതിൻ്റെ അന്നനാളം, ഭക്ഷണം കടന്നു പോകുന്ന കുഴൽ, നമ്മുടെ അന്നനാളം പോലെ തന്നെ. ഈ അലിമെന്ററി കനാൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് 2 additional ചേമ്പേഴ്സ്. ക്രോപ്പ്, ഗിസാർഡ് എന്നിങ്ങനെ 2 ചേമ്പറുകളുണ്ട്. നമുക്കറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോഴികളോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കഴുത്തിനടിയിൽ ഒരു തീറ്റ സഞ്ചി പോലെ ഒരു സഞ്ചി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാം. അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ സഞ്ചി പോലുള്ള. അതിനെയാണ് നമ്മൾ അതിൻ്റെ ക്രോപ്പ് ആൻഡ് ഗിസാർഡ് അവിടെയാണ് വരിക. ഭക്ഷണ വസ്തുക്കൾ കുറേ സമയം സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. അപ്പോൾ ഈ പക്ഷികളുടെ ഒരു പ്രത്യേകതയാണ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ഓഫ് ബേർഡ്സ് ഹാസ് 2 additional ചേമ്പേഴ്സ് ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. ആ ചേമ്പറുകളുടെ പേര് നിങ്ങൾ ഓർത്തേക്കണം, ക്രോപ്പ് എന്നും ഗിസാർഡ് എന്നുമാണ് പറയുക. ഇതിൻ്റെ പ്രത്യേകത, ഇത് ശരിക്കും പറക്കാനുള്ള അനുകൂലമല്ല, പക്ഷേ ഭക്ഷണം കുറേ പേര് സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി. ഇപ്പം കോഴിയൊക്കെ നമ്മൾ
ഇത് ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൽ തീറ്റസഞ്ചിക്കുള്ളിൽ കഴിച്ച ആഹാരം, അതായത് അരിയായാലും ഗോതമ്പാണെങ്കിലും അങ്ങനത്തെ വസ്തുക്കൾ അതുപോലെ തന്നെ ഇരിക്കുന്ന ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ കുറച്ചെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. കല്ലുമൊക്കെ ഉണ്ടാവും അതിനകത്ത്, മണ്ണിൽ നിന്നൊക്കെ കൊത്തി തിന്നുമ്പോൾ ചിലപ്പോൾ കല്ലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ആ സഞ്ചികളെയാണ്, തീറ്റസഞ്ചി പോലുള്ള ആ ഭാഗങ്ങളെയാണ് നമ്മൾ ക്രോപ്പ് ഗിസാർഡ് എന്നിങ്ങനെയുള്ള പേരുകളിൽ പറയുന്നത്. ഇനി ദ ഹാർട്ട് ഈസ് കംപ്ലീറ്റ്ലി 4 ചേമ്പേർഡ്. ഇവിടെ മുതൽ ഇനിയുള്ള 2 ഗ്രൂപ്പുകളിലും ദ ഹാർട്ട് ഈസ് ഫുള്ളി 4 ചേമ്പേർഡ്. 4 ചേമ്പറുള്ള ഹൃദയമാണ്. 2 ഓറിക്കിളുകളും 2 വെൻട്രിക്കിളും നമ്മൾ നേരത്തെ പഠിച്ചാണ്. മുകളിൽ 2 ഓറിക്കിളുണ്ട്, താഴെ 2 വെൻട്രിക്കിളുണ്ട്. അങ്ങനെ 4 ചേമ്പറുള്ള ഹാർട്ടാണ് പക്ഷികളിൽ കാണുന്നത്. ഇനി ഇവിടെ മുതൽ മറ്റൊരു മാറ്റമാണ്, ദേ ആർ വാം ബ്ലഡഡ്. നമ്മൾ ഇതുവരെ പറഞ്ഞേക്കാനായിരുന്നു കോൾഡ് ബ്ലഡാണ്. അതായത് മത്സ്യങ്ങൾ, അതുപോലെ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഇവയെല്ലാം പറഞ്ഞതെല്ലാം എന്തായിരുന്നു? പോയിക്ലോതെർമസ് ആണ്, അല്ലെങ്കിൽ കോൾഡ് ബ്ലഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ മുതൽ നമ്മൾ പറയുന്നത് പക്ഷികൾ എന്ന് പറയുന്നത് വാം ബ്ലഡഡ്, ഉഷ്ണരക്തമുള്ള ജീവികളാണ്, ചൂടുള്ള രക്തമാണ്. വാം ബ്ലഡഡ് അങ്ങനെയുള്ള ജീവികളാണ് നമ്മൾ ഹോമിയോതെർമസ് എന്ന് പറയുന്നത്. വാം ബ്ലഡഡ് ആനിമൽസ് ആണ്, ഹോമിയോതെർമസ് ആനിമൽസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. അങ്ങനെയുള്ള ജീവികൾക്ക് എപ്പോഴും ശരീരത്തിന് ഒരു സ്ഥിര ഊഷ്മാവായിരിക്കും. നമ്മളെപ്പോലെ, നമ്മളും വാം ബ്ലഡഡാണ് അല്ലേ? മാമൽസും ഉൾപ്പെടുന്നതാണ് നമ്മൾ, മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും വാം ബ്ലഡഡാണ്. അപ്പോൾ ഇവയുടെ പ്രത്യേകത ദേ ആർ വാം ബ്ലഡഡ് ഹോമിയോതെർമസ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വാം ബ്ലഡഡ് 2 ഗ്രൂപ്പേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ഏവ്സും, ഇനി വരാൻ പോകുന്ന മാമൽസ്. ഇത് രണ്ടുമാണ് വാം ബ്ലഡ്. ബാക്കിയെല്ലാം പോയിക്ലോതെർമസ് ആയിരുന്നു. അപ്പം കോൾഡ് ബ്ലഡഡ് ഹോമിയോതെർമസ് ആണ്. ദേ ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് ഹോമിയോതെർമസ് എന്നൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ. സോ ഹോമിയോതെർമസ് മീൻസ് ദേ ക്യാൻ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ അല്ല, എപ്പോഴും ഒരു സ്ഥിര ഊഷ്മമായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹോമിയോതെർമസ് എന്ന് പറയുന്നത്. അതിന് തന്നെയാണ് വാം ബ്ലഡഡ് എന്നും പറയുന്നത്. ഇനി റെസ്പിറേഷൻ ഈസ് ബൈ ലങ്സ്. റെസ്പിറേഷൻ ഈസ് ബൈ ലങ്സ്. ശ്വസനാവയവങ്ങൾ എന്ന് പറയുന്നത് ലങ്സ് ആണ്. എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ് സപ്ലിമെന്റ് റെസ്പിറേഷൻ. ലങ്സിലേക്ക് ഈ പറഞ്ഞ എയർ സാക്സ്, അവിടെ ശരീരത്തിൻ്റെ ഈ പല ഭാഗങ്ങളിൽ കാണുന്ന എയർ സാക്സ്, വായുസഞ്ചികൾ, അത് സപ്ലിമെന്റ് റെസ്പിറേഷൻ സപ്ലിമെന്റ് ചെയ്യുന്നു. ആവശ്യത്തിലുള്ള എയർ എത്തിച്ചു കൊടുക്കാൻ ഈ എയർ ക്യാവിറ്റീസും സഹായിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അവയുടെ റെസ്പിറേഷൻ ഈസ് ബൈ ലങ്സ്. പിന്നെ മറ്റ് ജനറൽ ക്യാരക്ടേഴ്സ് ആണ് എന്താണ്? സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ, ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ്. ഇത് നമ്മൾ സാധാരണ പറയുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിലൊന്നുകൂടെ നമുക്ക് പറയാൻ എന്തൊക്കെയാണ്? ഒന്നാമത് പറഞ്ഞെന്താ? പ്രസൻസ് ഓഫ് ഫെദേഴ്സ്. അതാണ് ഒരു പ്രത്യേകത, പ്രസൻസ് ഓഫ് ഫെദേഴ്സ്. പിന്നെ ദേ പോസസ് ബീക്ക്. മറ്റൊന്നാണ് ദ 4 limbs ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. പിന്നെ ദ സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻസ് എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദ ബേസ് ഓഫ് ടെയിൽ. പിന്നെ എൻഡോസ്കെൽട്ടൺ ഓസിഫൈഡ് ആൻഡ് ലോങ് ബോൺസ് ആർ ഹോളോ ഫിൽഡ് വിത്ത് എയർ ക്യാവിറ്റീസ് ഓർ ന്യൂമാറ്റിക്. അതാണ് നമ്മൾ അടുത്തായിട്ട് പറഞ്ഞത്. പിന്നെ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ഹാസ് 2 additional ചേമ്പേഴ്സ്, ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. ഹാർട്ട് 4 ചേമ്പേഴ്സ്. മറ്റൊന്ന് ദേ ആർ വാം ബ്ലഡഡ് ഹോമിയോതെർമസ്. ദേ ക്യാൻ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. റെസ്പിറേഷൻ ബൈ ലങ്സ്. ഇത്രയൊക്കെയാണ് നമ്മൾ ബേർഡ്സിൻ്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് ഓർത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണിത്, പക്ഷികളുടെ ക്യാരക്ടേഴ്സ്. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഈ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ, വാട്ട് ആർ ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് എന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതൊക്കെയാണ്. ഒന്നാമത്തെ ക്യാരക്ടർ പ്രസൻസ് ഓഫ് ഫെദേഴ്സ് എഴുതാം, പോസസ് ബീക്ക് എന്നുള്ളത് എഴുതാം, 4 limbs ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ് എന്നുള്ളത് എഴുതാം. പിന്നെ എൻഡോസ്കെൽട്ടൺ ഈസ് ഫുള്ളി ഓസിഫൈഡ് ആൻഡ് ലോങ് ബോൺസ് ആർ ഹോളോ വിത്ത് എയർ ക്യാവിറ്റീസ് എന്നുള്ള പോയിന്റ് എഴുതാം. പിന്നെ എഴുതാൻ പറ്റുന്നത് റെസ്പിറേഷൻ ഈസ് ബൈ ലങ്സ് ആൻഡ് എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ് സപ്ലിമെന്റ് റെസ്പിറേഷൻ. ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷനായിട്ട് ഓർത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും പരീക്ഷ ചോദിക്കാമല്ലോ, വാട്ട് ആർ ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്? പക്ഷികളുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ള പോയിന്റ്സ് ഓർത്തിരിക്കും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളുകൾ നോക്കാം. നമുക്ക് അതിനകത്ത് 3-4 പക്ഷികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ പറഞ്ഞിരുന്നത് ക്രോയാണ്, കാക്ക. കൊളമ്പ, പിജിയൻ അല്ലേ, നമ്മളെ എന്താ പ്രാവാണ് രണ്ടാമത്. കൊളമ്പ ലിവിയ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. സിറ്റാക്കുല പാരറ്റ്, തത്തയാണ്. സ്ട്രൂത്തിയോ ഓസ്ട്രിച്ച്, നമുക്കറിയാം ഓസ്ട്രിച്ച് വലിയ പക്ഷിയാണ്, വലിയ മുട്ടയിടുന്ന പക്ഷിയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകമാണ് സ്ട്രൂത്തിയോ. എൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. പാവോ എന്ന് പറയുന്നത് പീക്കോക്ക്. പാവോ ക്രിസ്റ്റാറ്റിസ് എന്ന് പറയുന്നത് പീക്കോക്ക്, നമ്മുടെ ദേശീയ പക്ഷിയാണ്. പാവോ, മയിൽ അല്ലേ, പീക്കോക്ക്. പിന്നെ മറ്റൊന്ന് ആർട്ടിനോഡൈറ്റ്സ് അല്ലെങ്കിൽ പെൻഗിനെയാണ് ആർട്ടിനോഡൈറ്റ്സ് എന്ന് പറയുന്നത്, പെൻഗിൻ എന്ന് പറയുന്ന പക്ഷി. പിന്നെ നിയോഫ്രോൺ എന്ന് പറയുന്നതാണ് വൾച്ചർ, കഴുകൻ. നിയോഫ്രോൺ, വൾച്ചർ. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ചില എക്സാമ്പിളുകൾ. നമുക്ക് ഇതിനകത്ത് 3-4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിയോഫ്രോൺ കൊടുത്തിട്ടുണ്ട്, സ്ട്രൂത്തി കൊടുത്തിട്ടുണ്ട്, സിറ്റാക്കുല കൊടുത്തിട്ടുണ്ട്, പാവോ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ ചിത്രങ്ങൾ കണ്ടാൽ ഏത് പക്ഷിയാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കോർവസ്, കൊളംബ, സിറ്റാക്കുല, സ്ട്രുത്തിയോ, പാവോ, ആപ്റ്റനോഡൈറ്റ്സ് ആൻഡ് നിയോഫ്രോൺ. ഇതൊക്കെയാണ് സാധാരണ കോമണായി കാണുന്ന പക്ഷികൾ. ചില എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഏവ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഏവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ് കൂടെ പഠിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് മമേലിയാണ്. അതുകൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മമേലിയ. മമേലിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ജീവികളാണ് മമേലിയയിൽ വരുന്നത്. ക്ലാസ് മമേലിയ. മമേലിയ എന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പിനും കാണാത്തൊരു പ്രത്യേകമാണ് മാമൽസ് എന്നുള്ളത്. അവയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. മറ്റു ജീവികൾക്കൊന്നും ഇല്ലാത്തൊരു കഴിവാണത്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവയെ പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് നമ്മൾ മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ് മമേലിയയുടെ പ്രത്യേകതയാണ് ഒന്ന്, ദേ ആർ ഫൗണ്ട് ഇൻ എ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ്. ഏതാണ്ട് എല്ലാ തരത്തിലുള്ള ഹാബിറ്റാറ്റ്സിനും ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ് മമേൽസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പോളാർ ഐസ് ക്യാപ്സ്. പോളാർ റീജിയൻസിൽ നമ്മൾ സൗത്ത് പോളും നോർത്ത് പോളും ഉത്തര ധ്രുവ ദക്ഷിണ ധ്രുവങ്ങളിലെ ഐസ് ക്യാപ്പുകളിൽ, ഐസ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് മാമൽസിനെ കാണാം. ഡെസേർട്സിൽ കാണാം, മരുഭൂമികളിൽ കാണാം, മൗണ്ടൈൻസ് കുന്നുകളിൽ കാണാം, ഫോറസ്റ്റ് വനത്തിൽ കാണാം, ഗ്രാസ് ലാൻഡ്സിൽ പുൽമേടുകളിൽ കാണാം, ആൻഡ് ഡാർക്ക് കേവ്സ് ഇരുണ്ട ഗുഹകളിൽ കാണാം. എല്ലാ സ്ഥലത്തും അതായത് വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ കാണുന്ന ജീവികളാണ് മാമൽസ് എന്ന് പറയുന്നത്. സം ഓഫ് ദം ഹാവ് അഡാപ്റ്റഡ് ടു ഫ്ലൈ. ചിലത് പറക്കാൻ കഴിയുന്ന മാമൽസ് ഉണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ടെറോപ്പസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്റ് എന്താ വവ്വാൽ എന്ന് പറയുന്ന ജീവി, ഫ്ലൈയിങ് ഫോക്സ്, അങ്ങനെയുള്ള മാമൽസ് ഉണ്ട്. പിന്നെ ഓർ ലിവ് ഇൻ വാട്ടർ, ചിലതിന് ജലത്തിൽ ജീവിക്കാൻ കഴിയും. ജലത്തിൽ ജീവിക്കുന്ന ഡോൾഫിനും ഒക്കെ ജലത്തിൽ ജീവിക്കുന്ന മാമൽസാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വെറൈറ്റി ഹാബിറ്റാറ്റ് ഉള്ള ജീവികളാണ് മാമൽസ് എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും കാണുന്നു. ഐസ് ക്യാപ്സിലുണ്ടാവും, ഡെസേർട്സിലുണ്ടാവും, മൗണ്ടൻസ് ഉണ്ടാവും, ഫോറസ്റ്റിലുണ്ടാവും, ഗ്രാസ് ലാൻഡ്സിലുണ്ടാവും, ഡാർക്ക് കേവുകളുണ്ടാവും, ജലത്തിലുണ്ടാവും, ചിലപ്പോൾ പറക്കാൻ കഴിയും. ഇങ്ങനെയെല്ലാം കഴിയുന്ന ജീവികളാണ് മാമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ഹാബിറ്റാറ്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ് മാമൽസ് എന്ന് ഓർത്താൽ മതി. ഇനി ദ മോസ്റ്റ് യുണീക് മമേലിയൻ ക്യാരക്ടർ ഇസ് ദ പ്രസൻസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ്സ് ഓർ മാമറി ഗ്ലാൻഡ്സ് ബൈ വിച്ച് ദ യങ് വൺസ് ആർ നറിഷ്ഡ്. ഇതാണ് അവരുടെ ഐഡന്റിഫൈങ് കാര്യം. ഇവയെ മാമൽസ് എന്ന് പറയാൻ തന്നെ കാരണം ഈ മാമറി ഗ്ലാൻഡ്സ് ഉള്ളതാണ് അല്ലെങ്കിൽ മിൽക്ക് ഗ്ലാൻഡ്സ് ഉള്ളതാണ്. സോ ദ യുണീക് മമേലിയൻ ക്യാരക്ടർ ഇസ് ദ പ്രസൻസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡ്സ്. മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ മാമറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ബൈ വിച്ച് ദ യങ് വൺസ് ആർ നറിഷ്ഡ്. അതുപയോഗിച്ചാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ നറിഷ് ചെയ്യുന്നത്, അവയ്ക്ക് ആഹാരം നൽകുന്നത്, കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നറിഷ്മെന്റ് നൽകുന്നത് ബൈ യൂസിങ് ദി മാമറി ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ മിൽക്ക് ഗ്ലാൻഡ്സ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് മാമൽസിനെ സംബന്ധിച്ച്. എന്താണ്? ദ മാമൽസ് ഹാവ് എ യുണീക് ക്യാരക്ടർ ദാറ്റ് എന്താണ്? ദ പ്രസൻസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ്സ് ഓർ മാമറി ഗ്ലാൻഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ നറിഷിംഗ് ദ യങ് വൺസ്. കുഞ്ഞുങ്ങളെ നറിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാമറി ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ മിൽക്ക് ഗ്ലാൻഡ്സ് അവയിൽ കാണുന്നു എന്നതാണ് അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് ഓർത്തിരിക്കുന്നത്. ഇനി ദേ ഹാവ് 2 pairs of limbs. നമുക്കറിയാം 2 പെയർ ലിംസ് ആണുള്ളത്. നമുക്കാണെങ്കിൽ എല്ലാ ജീവികൾക്കും 2 പെയർ ലിംസ് ഉണ്ട്. എന്തൊക്കെയാണ്? പല രീതിയിൽ ഉപയോഗിക്കുന്നു. അഡാപ്റ്റർ ഫോർ വാക്കിംഗ്, ചിലത് നടക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഓർ റണ്ണിങ്, ചിലത് ഓടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ക്ലൈംബിങ്ങിന് ഉപയോഗിക്കും, മരം കയറാൻ ഉപയോഗിക്കും. ബറോവിങ്, മാളങ്ങൾ ഉണ്ടാക്കാൻ, മാന്തി ഉണ്ടാക്കാൻ. മുയലൊക്കെ ആണെങ്കിൽ ബറോ ചെയ്തിട്ടാണ് മാളങ്ങളിൽ മാന്തി ഉണ്ടാക്കും. പിന്നെ സ്വിമ്മിങ്, ചിലപ്പം നീന്താൻ ഉപയോഗിക്കും. ഓർ ഫ്ലൈങ്, അല്ലെങ്കിൽ പറക്കാൻ ഉപയോഗിക്കും. ഇതെല്ലാം ഉപയോഗിക്കുന്നത് അവയുടെ ലിംസാണ്. ഇപ്പോൾ ലിംസ് ഉപയോഗിച്ച് അവ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വാക്കിങ്ങിന് ഉപയോഗിക്കുന്നു, റണ്ണിങ്ങിന് ഉപയോഗിക്കുന്നു, ക്ലൈംബിങ്ങിന് ഉപയോഗിക്കുന്നു, ബറോവിങ്ങിന് ഉപയോഗിക്കുന്നു, സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്നു, ഫ്ലൈങ്ങിന് ഉപയോഗിക്കുന്നു. ഇതൊക്കെ അവയുടെ പ്രത്യേകതയാണ്. ദ സ്കിൻ ഓഫ് മാമൽസ് ഈസ് യുണീക്ക് ഇൻ പൊസസിങ് ഹെയർ. അതാണ് മറ്റൊരു മമേലിയൻ ക്യാരക്ടർ. എന്താ? ദ സ്കിൻ ഓഫ് മാമൽസ് ഈസ് യുണീക്ക് ഇൻ പൊസസിങ് ഹെയർ. രോമാവരണം, ശരീരത്തിൽ രോമാവരണമുള്ള ഒരു ജീവവർഗം മാമൽസ് മാത്രമാണ്. പക്ഷികളിൽ തൂവൽ കാണുന്നു, അതുപോലെ മാമൽസിൽ കാണുന്നതാണ് ഹെയർ എന്ന് പറയുന്നത്. സോ ദേ പൊസസ് ഹെയർ. അത് മാമൽസിന്റെ ഒരു ഐഡന്റിഫൈങ് ക്യാരക്ടറാണ്. അപ്പം മാമറി ഗ്ലാൻഡ്സ് പോലെ തന്നെ മറ്റൊരു ക്യാരക്ടറാണ് ദേ പൊസസ് ഹെയർ. ഇനി എക്സ്റ്റേണൽ ഇയേഴ്സ് ഓർ പിന്നെ ആർ പ്രസന്റ്. അതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. എന്താണ്? എക്സ്റ്റേണൽ ഇയർ ഓർ പിന്നെ. നമ്മുടെ ചെവിയുടെ ഇതാണ് നമ്മൾ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ബാഹ്യകരണം, പിന്ന എന്ന് പറയുന്നത്. ബാഹ്യകരണമാണ് നമ്മുടെ ചെവിയുടെ പുറമേ നിൽക്കുന്ന ഭാഗം. ഇത് മാമൽസിന് മാത്രമേ ഉള്ളൂ. അതും ഒരു ഐഡന്റിഫൈങ് ക്യാരക്ടറാണ്. എക്സ്റ്റേണൽ ഇയർ, പിന്നെ ആർ പ്രസന്റ്. ബാക്കിയുള്ള ജീവികളിൽ നമ്മൾ എക്സ്റ്റേണൽ ഇയർ, പുറമേ ഇയർ ഇല്ല. ഈ നമ്മൾ പറഞ്ഞ ടിമ്പാനം വരെ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ദ എക്സ്റ്റേണൽ ഇയർ ഓർ പിന്നെ ആർ പ്രസന്റ്. എക്സ്റ്റേണൽ ഇയർ ഉണ്ട്. ശരിക്കും ബാഹ്യകരണം കാണുന്ന ജീവികളാണ് മാമൽസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസന്റ് ഇൻ ദ ജോ. അവയുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്, പലതരം പല്ലുകൾ. നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹെട്രോഡോണ്ടാണ് അല്ലെ, പലതരം പല്ലുകളുണ്ട്. ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമോളാർസ്, മോളാർസ് എന്നിങ്ങനെ 4 തരം പല്ലുകൾ നമുക്കുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
പഠിച്ചിട്ടില്ലേ, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാർസ്, അൺമോളാർസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസൻറ്റ് ഇൻ ദ ജോ. അതെല്ലാം ജോയിലാണ്. ജോ എന്ന് പറഞ്ഞാൽ അവയുടെ നമ്മുടെ താടിയിലെ മോണകളിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. മോണകളിൽ ഉറപ്പിച്ച പലതരം പല്ലുകളുണ്ട് എന്നുള്ളതും മാമൽസിന്റെ പ്രത്യേകത. ഇത് വേറൊരു ജീവികൾക്കും ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസൻറ്റ് ഇൻ ദി ജോ. പിന്നെ ഹാർട്ട് ഈസ് 4 ചേമ്പേർഡ്. ഇവിടെയും 4 ചേമ്പേർഡ് ഹാർട്ടാണ്. ദേ ആർ ഹോമിയോതെർമസ്. ഹോമിയോതെർമസ് ആണ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ആണ്. റെസ്പിറേഷൻ ഈസ് ബൈ ലങ്സ്. റെസ്പിറേഷൻ ലങ്സ് വഴിയാണ്. ശ്വസനം നടക്കുന്നത് ലങ്സ് ഉപയോഗിച്ചിട്ടാണ്. ലങ്സ് ഉപയോഗിച്ചാണ് അവ ശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചോദ്യം വരുന്നത് ജലജീവികളായ മാമൽസ്, ഇപ്പോൾ ഡോൾഫിൻ, ജലത്തിൽ കാണുന്ന തിമിംഗലം പഠിച്ചിട്ടുള്ളത് നിങ്ങൾ, ഇവയൊക്കെ ജലത്തിൽ കാണുന്ന ജീവികളാണ്. അപ്പോൾ ശ്വസിക്കുന്നതോ അതും ലങ്സ് ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം, ഒരിക്കലും ഡോൾഫിനോ അല്ലെങ്കിൽ തിമിംഗലമോ അങ്ങനെയുള്ള മാമൽസ് ഒന്നും ശ്വസിക്കുന്നത് ഗിൽസ് ഉപയോഗിച്ചല്ല. അവയുടെ എല്ലാം ശ്വസനാവയവം ലങ്സാണ്. ജലത്തിലാണ് കാണുന്നത്, പക്ഷേ അവ ലങ്സ് ഉപയോഗിച്ച് ശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടോ, അത്തരം ജീവികൾ ഇടയ്ക്ക് വെള്ളത്തിന് മുകളിലേക്ക് വരുന്നത് അതിൻ്റെ ലങ്സിന് എയർ, അന്തരീക്ഷത്തിൽ നിന്നുള്ള എയറിനെ സ്വീകരിക്കാൻ വേണ്ടിയാണത് ജലത്തിന് ഉപരിതലത്തിൽ വന്ന് എയർ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ലങ്സ് ഉപയോഗിച്ചാണ് ഈ ജീവികളെല്ലാം ശ്വസിക്കുന്നത്. മറ്റു പ്രത്യേകത, സെക്സ് ആർ സെപ്പറേറ്റ്. മെയിൽ ഫീമെയിൽ വേറെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ദേ ആർ വിവിപാരസ് വിത്ത് ഫ്യൂ എക്സെപ്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് ദേ ആർ വിവിപാരസ്. നമ്മൾ പറഞ്ഞല്ലോ എന്താ വിവിപാരസ് എന്ന് പറഞ്ഞാൽ, ഗിവിംഗ് ബർത്ത് ടു യങ്, പ്രസവിക്കുന്ന ജീവികളാണ്. അതിൽ അപൂർവ ജീവികൾ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് മുട്ടയിടുന്ന ചില മാമൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി എക്സാമ്പിൾ പഠിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മാമൽസിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. അപ്പോൾ എന്തൊക്കെയാണ് മാമൽസിന്റെ ക്യാരക്ടർ? ഒന്ന്, ദേ ആർ ഫൗണ്ട് ഇൻ എ വെറൈറ്റി ഹാബിറ്റാറ്റ്സ്. എല്ലാ ഹാബിറ്റാറ്റുകളിലും കാണുന്ന ജീവികളാണ്. പിന്നെ ദ മോസ്റ്റ് യുണീക് ഫീച്ചർ ഈസ് ദ പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ് ടു നറിഷ് ദ യങ് വൺസ്. മാമറി ഗ്ലാൻസ് ഉണ്ട്, ഇതിനു വേണ്ടിയാണ്, ടു നറിഷ് ദ യങ് വൺസ്. പിന്നെ പറഞ്ഞത്, ദെയർ ലിംസ് ആർ മോഡിഫൈഡ് ഫോർ വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിംഗ്, ക്ലാസ്പിംഗ് എക്സെട്ര. എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവയ്ക്ക് ലിംസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ദ സ്കിൻ പൊസസ് ഹെയർ ഉണ്ട് അവയ്ക്ക്. പിന്നെ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്ന പ്രസന്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഇൻ ദ ജോ. പലതരം പല്ലുകൾ കാണുന്നു. ഹാർട്ട് 4 ചേമ്പേർഡ് ആണ്. ഹോമിയോതെർമസ് ആണ്. റെസ്പിറേഷൻ ബൈ ലങ്സ് ആണ്. പിന്നെ വിവിപാരസ് ആണ്. ഇതെല്ലാം മാമൽസിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ്. അതിൽ നമ്മൾ ഐഡന്റിഫൈങ് ക്യാരക്ടറായിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. പിന്നെ സ്കിൻ പൊസസ് ഹെയർ, അതൊരു ഐഡന്റിഫൈങ് ക്യാരക്ടറാണ്. എക്സ്റ്റേണൽ ഇയർ പിന്ന പ്രസന്റ് എന്നുള്ളത് ഐഡന്റിഫൈങ് ക്യാരക്ടറാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് പ്രസന്റ് എന്നുള്ളത് ഐഡന്റിഫൈങ് ക്യാരക്ടറാണ്. ഇതാണ് മാമൽസിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടറായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഒന്ന്, പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ്. മറ്റൊന്ന്, ദേ പൊസസ് ഹെയർ ഇൻ സ്കിൻ. പിന്നെ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്നെ പ്രസന്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഇൻ ദ ജോ. ഈ 4 ക്യാരക്ടർ പഠിച്ചാൽ മാമൽസിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളോട് അത് ഏത് ഗ്രൂപ്പാണെന്നൊക്കെ ചോദിക്കുക, അതിൻ്റെ ക്യാരക്ടർ തന്നിട്ട് ഏത് ഗ്രൂപ്പാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് നമ്മൾ ആ ക്യാരക്ടർ പഠിക്കും. ഇനി എന്തൊക്കെയാണ് മാമൽസിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയാം. മാമൽസ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെയാണ് പ്രസവിക്കുന്ന ജീവികളാണ് വിവിപാരസ് ആണ്. എന്നാൽ ഒവിപാരസ് ആയിട്ടുള്ള മാമൽസ് ഉണ്ട്, അല്ലെങ്കിൽ മുട്ടയിടുന്ന ചില മാമൽസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് നമുക്ക് പ്ലാറ്റിപ്പസ് അല്ലെങ്കിൽ ഓർണിത്തോറിംഗസ് എന്ന് പറയുന്നത്. ഓർണിത്തോറിംഗസ്, പ്ലാറ്റിപ്പസ്, ഓർണിത്തോറിംഗസ്. ഈ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒവിപാരസ്, മുട്ടയിടുന്ന സസ്തനിയാണ് അല്ലെങ്കിൽ മുട്ടയിടുന്ന മാമലാണ് ഓർണിത്തോറിംഗസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ്. അത് പ്രത്യേകമായി പഠിച്ചോളൂ. ഇനി ഇതുകൂടാതെ ഈ പ്ലാറ്റിപ്പസ് കൂടാതെ, പ്ലാറ്റിപ്പസിന് ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. പ്ലാറ്റിപ്പസ്, ഓർണിത്തോറിംഗസ് മുട്ടയിടുന്ന സസ്തനിയാണ്. ഇനി എക്കിഡ്ന എന്ന് പറഞ്ഞൊരു മറ്റൊരു സസ്തനി കൂടി മുട്ടയിടുന്നതായിട്ടുണ്ട്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഓർണിത്തോറിംഗസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ്. മറ്റേ പേര് എക്കിഡ്ന എന്നാണ്. എക്കിഡ്ന അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മറ്റേ പ്രസവിക്കുന്ന മാമൽസാണ് വിവിപാരസ് മാമൽസ്. ഏതൊക്കെയാണ്? ഒന്ന്, മാക്രോപ്പസ് അല്ലെങ്കിൽ കങ്കാരു, അല്ലേ? കാണുന്നുണ്ടോ താഴെ മാക്രോപ്പസിനെ? കങ്കാരു, സഞ്ചിമൃഗം, അല്ലേ? അതിൻ്റെ വയറിനുള്ളിലൊരു മാർസൂപ്പിയം ഉള്ളതുകൊണ്ടാണ് അതിനെ മാർസൂപ്പിയൽ മാമൽ എന്നൊക്കെയാണ് പറയുന്നത്. കങ്കാരു അതൊക്കെ പിന്നെ പഠിക്കുന്നത്, വേറെ ചില എക്സാമ്പിൾ പഠിക്കും. മാക്രോപ്പസ് അല്ലെങ്കിൽ കങ്കാരു. പിന്നെ ടെറോപ്പസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫോക്സ്, ബാറ്റ് ഓവാലാണ്. ടെറോപ്പസ്, ഫ്ലൈയിങ് ഫോക്സ്. കാമലസ് അല്ലെങ്കിൽ ക്യാമൽ, ഒട്ടകം, അറിയാലോ, ഒട്ടകമാണ് ക്യാമൽ. മക്കാക്ക, മങ്കി, മക്കാക്കയാണ് കുരങ്ങന്മാർ, മക്കാക്ക. റാറ്റസ്, റാറ്റ്, എലി, റാറ്റസ്. കാനിസ് നമ്മൾ പഠിച്ചാണ്, ഡോഗ്. ഫെലിസ്, ക്യാറ്റ്, നമ്മൾ പഠിച്ചാണ്, അല്ലേ? എലിഫാസ്, എലിഫന്റ്, എലിഫന്റിന്റെ സൈന്റിഫിക് നെയിമാണ് എലിഫാസ്. ഇക്വസ്, ഹോഴ്സാണ്, കുതിര, ഇക്വസ്. പിന്നെ ഡെൽഫിനസ്, കോമൺ ഡോൾഫിൻ, ഡോൾഫിന്റെ പേരാണ് ഡെൽഫിനസ്, സയന്റിഫിക് നെയിമാണ് ഡെൽഫിനസ്, ഡോൾഫിൻ. ബലനോപ്റ്റിയറ അല്ലെങ്കിൽ ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം, ബലനോപ്റ്റിയറ, ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം. പിന്നെ പാന്തര ടൈഗ്രിസ്, ടൈഗർ,
പാന്തേര ലിയോ ലയൺ. ഇതൊക്കെ നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. ഇതിനകത്തുനിന്ന് ആ എക്സാമ്പിളുകളിൽ ഒന്ന് ഓവിപാരസൈറ്റിൽ അല്ലെങ്കിൽ മുട്ടയിടുന്ന സസ്തനിയായിട്ട് ഓർണിത്തോറിങ്കസ് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഇപ്പം ലാർജസ്റ്റ് ലാൻഡ് ആനിമൽ എലിഫൻ്റ് ആണല്ലോ, അതൊക്കെ നമ്മൾ ഓർക്കണം. എലിഫസ് ആണ്, എലിഫാസ്, അതിന് ശരീരമാണ് എലിഫാസ് ലാർജസ്റ്റ് ആനിമൽ. അതുപോലെ ബെൽനോപ്റ്റിയർ അല്ലെങ്കിൽ ബ്ലൂ വെയിലാണ് ലാർജസ്റ്റ് ആനിമൽ അല്ലേ. ഏറ്റവും വലിപ്പം കൂടിയ ആനിമൽ എന്ന് പറയുന്നത് ബെൽനോപ്റ്റിയറയാണ്, ബ്ലൂ വെയിലാണ്. കരയിലേതാണെങ്കിൽ എലിഫാസ് ലാൻഡ് ആനിമലിൽ. മൊത്തത്തിൽ നോക്കുമ്പോൾ ബെൽനോപ്റ്റിയറിലെ ബ്ലൂ വെയിലാണ്. പിന്നെ പാന്തര ടൈഗ്രസിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ നാഷണൽ ആനിമൽ അല്ലേ. നമ്മുടെ ദേശീയ മൃഗമാണ് പാന്തര ടൈഗർ. കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. പാന്തര ടൈഗ്രസ് എന്നുള്ള സയൻറ്റിഫിക് നെയിമും ഓർത്തിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൻ്റെ എക്സാമ്പിളിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 2 ഗ്രൂപ്പുകളിലൂടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുകൂടാതെ നമ്മൾ ഇത്രയും ആയപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളിവിടെ തീരുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മുമ്പ് ചോദിച്ചുള്ള ചോദ്യങ്ങളെല്ലാം നേരത്തെ ഒരു പ്രാവശ്യം ഒരു PDF ഫയൽ അയച്ചു തന്നിട്ടുണ്ട്. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങളെല്ലാവരും ആ ക്വസ്റ്റ്യൻ കരുതണം. ആ ക്വസ്റ്റ്യനിലെ മൊത്തം ക്വസ്റ്റ്യനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോൾ ആ ചോദ്യങ്ങളുടെ എല്ലാ ആൻസർ നിങ്ങൾ പറ്റുന്നത്രയെല്ലാം കണ്ടുപിടിച്ച് വെക്കുക. ഞാൻ ചോദിക്കുമ്പോൾ അന്നേരം പറയണം. അറിയാത്ത ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അപ്പോൾ ആ ചോദ്യങ്ങളും കൂടെ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടും. ഓരോ ചാപ്റ്ററിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളിലും ചോദിച്ച ചോദ്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഈ ബുധനാഴ്ച ഇപ്പോഴത്തെ സെക്കൻഡ് ഇയറുകാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ആകെ ഈ ബുധനാഴ്ച വരുന്ന പരീക്ഷയിൽ എന്ത് ചോദ്യം ചോദിക്കുന്നതെന്ന് മാത്രമേ വരാനുള്ളൂ. അപ്പോൾ നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാനത് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിന് വരെയുള്ള ചോദ്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ആ ചോദ്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് അത് പരമാവധി അതിൻ്റെ ആൻസറുകൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് സംശയമുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഒന്നുകിൽ നോട്ട്ബുക്ക്, ഞാൻ പറഞ്ഞു വേറൊരു നോട്ട്ബുക്ക് മറ്റോ മേടിച്ച് വെച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അതിൻ്റെ സൈഡിൽ പെൻസിൽ കൊണ്ട് മറ്റോ എഴുതി വെക്കുക. അല്ലെങ്കിൽ നോട്ട്ബുക്കിലാണെങ്കിൽ നോട്ട്ബുക്കിൻ്റെ സൈഡിൽ എഴുതി. നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ കൂടെ എഴുതുമ്പോൾ നോട്ട്ബുക്ക് പെട്ടെന്ന് തീർന്നു പോകും. കുറേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നോട്ട്ബുക്കിൽ അത് എഴുതണമെന്നില്ല, വേറൊരു എക്സ്ട്രാ ബുക്കിൽ എഴുതി വെക്കുന്നതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഒരു കാര്യം ചെയ്യാം, ഇന്നലത്തെ പോലെ സംഭവിക്കേണ്ട. 8:30 നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തതിന് ശേഷം ഞാൻ ഇനി അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ പിന്നെ ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞ് മലയാളം കുട്ടികൾ അല്ലേ ആദ്യം അഭിജിത്ത് പോലെ പറയും. നമ്പർ അറിയാലോ? 1 നമ്പർ നിങ്ങൾ 1 ഉണ്ട് പറഞ്ഞു. 2 അഹമ്മദ് തഫ്സീൽ അല്ലേ. 3 ആകാശ്. 4 പറഞ്ഞോളൂ. 5 ഇല്ല. 6 ഇല്ല. 7 ഇല്ലേ? 7 8 ഓക്കെ. 9 10 11 ജുവൽ ഇല്ലേ?